പ്രധാനമന്ത്രിയാകാൻ ഉടുപ്പ് തുന്നിയിരുന്ന ആളാണ് മമതാ ബാനർജി. എന്നിട്ട് അവസാനം ദേശീയ നേതാവായിട്ടൊക്കെ നിന്നെങ്കിലും തിരികെ ഇപ്പോൾ വന്ന് TMCയുടെ ബംഗാൾ ഘടകത്തിൻ്റെ തന്നെ അധ്യക്ഷയായിരിക്കുകയാണ്. മറ്റാരും അധ്യക്ഷയാവാനില്ല എന്നുള്ള അവസ്ഥയിലാണ് തിരികെ വന്ന് ഒരു TMC രൂപീകരിച്ച് ആ രൂപീകരിച്ച TMCയുടെ അധ്യക്ഷയായിരിക്കുന്നത്. പക്ഷെ അപ്പോഴും തർക്കമുണ്ട്, യഥാർത്ഥ TMC മമതാ ബാനർജിയാണോ അതോ മമതയെ വിട്ടുപോയവരാണോ എന്ന്. അല്ല, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇതുപോലെ തകർന്നു പോയ ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയില്ല. വളരെ കുറച്ച് കാലം കൊണ്ടാണ് തകർച്ച പൂർണ്ണമായത്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഏറ്റവും ശക്തയായ നേതാവായിട്ട് വരികയും ബാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റേത് ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം അവരുടെ ഒരാജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന് അതിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അവർ നിരന്തരം ജയിച്ചു വന്നിട്ടുണ്ട്. CPM എന്ന് പറയുന്ന ഒരു ഗുണ്ടാ സംഘത്തെ നേരിട്ട് നിലംപരിശാക്കി അതിനെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അവിടെ അതിനെ മാറ്റിമറിച്ചിട്ട് അവരുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്ന ഏറ്റവും ദ മോസ്റ്റ് പവർഫുൾ ലീഡർ എന്നൊരു ഇംപ്രഷൻ അവർക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, അവർ ആഗോളതലത്തിൽ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ ആയിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ളൊരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിച്ചിട്ടുള്ളൊരു കക്ഷിയാണ്. ഇതിനിപ്പോൾ അവർക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് അവരുടെ തന്നെ മരുമകനെ അനന്തരവനെ പ്രതിഷ്ഠിച്ച് അതിന് മറുപടി കണ്ടെത്തുകയും തൻ്റെ കുടുംബാധിപത്യം ഇനി പാർട്ടിയിലുണ്ടാക്കും എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നൊരു കക്ഷിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി അവർ തകർന്നടിഞ്ഞു പോയി. അവർ തകർന്നടിഞ്ഞ് 288 സീറ്റിലേക്ക് BJP വരികയും ഇവർ വെറും 88 സീറ്റിലേക്ക് 208 സീറ്റിലേക്ക് BJP വരികയും ഇവർ 88 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. പക്ഷെ അതല്ല അതിൻ്റെ ഒരു അപകടം. ഇങ്ങനെ ചുരുങ്ങിപ്പോയ TMCക്ക് റോട്ടിലിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ വന്നു. ജനങ്ങൾ കൈകാര്യം മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ ജനശത്രു എന്ന നിലക്ക് ജനങ്ങൾ കണ്ടു തുടങ്ങി. ജനങ്ങളാണ് മമതയുടെ ശത്രുവായിട്ട് മാറിയത്, അല്ലാതെ BJPയും ബാക്കിയുള്ള കക്ഷികളൊന്നുമല്ല. അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരോടൊപ്പം നിന്നവർ കളം മാറി ചവിട്ടി. അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ TMCയിൽ നിന്ന് അകലാൻ തുടങ്ങി. ആദ്യം അവരൊരു സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടുണ്ട്, 3-2 ഭൂരിപക്ഷത്തോടു കൂടി അപ്പുറത്തിരുന്ന്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ മമതയുടെ കൂടെ സത്യത്തിൽ ആരുമില്ല. പാർട്ടിയിലുള്ള നേതാക്കളും പോയി, MLA-മാരും പോയി, MP-മാരും പോയി. ഇപ്പം മമത മൊയ്ത്ര എന്ന് പറയണ മഹുവ മൊയ്ത്ര എന്ന് പറയുന്നൊരു നടിയായിരുന്നു അല്ലേ, ആക്ടിവിസ്റ്റ്. അവരല്ലാതെ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. അവരുണ്ട്, പിന്നെ മമതയുടെ മരുമകനുണ്ട് അഭിഷേക് ബാനർജി ഉണ്ട്. അല്ലാതെ വേറെ ആരും അവരുടെ കൂടെ ഇല്ല. ഇപ്പോൾ പാർട്ടി ഓഫീസുകളും ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതും പിടിച്ചെടുത്തു. അപ്പോൾ എല്ലാം പോയി. സകല ആയുധങ്ങളും നഷ്ടപ്പെട്ട് അടർക്കളത്തിൽ നിൽക്കുന്ന ഒരു നിസ്സഹായയായ സൈന്യാധിപൻ്റെ ചിത്രമാണ് അവർ നമുക്ക് മുന്നിൽ തരുന്നത്. ഇനി അവർക്ക് ആയുധങ്ങളില്ല പൊരുതാനായിട്ട്. എല്ലാ ആയുധങ്ങളും എതിർപക്ഷത്തായി കഴിഞ്ഞു. എല്ലാ ഈ മഹാരഥികളും എതിർപക്ഷത്തേക്ക് പോയി കഴിഞ്ഞു. അവരുടെ പാർട്ടിയിൽ ഇപ്പോൾ അവരാരുമില്ല. പാർട്ടി ഓഫീസ് തുടങ്ങാൻ ഒരു സ്ഥലം കിട്ടാത്ത അവസ്ഥ അവർക്കുണ്ട്. അതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അതുകൊണ്ടാണ് ഇനി സ്വന്തം വീട് തന്നെ പാർട്ടി ഓഫീസാക്കിയിട്ട് താൻ അതിൻ്റെ നേതാവായിട്ടിരിക്കാം എന്ന് പറയുന്നത്. ദയനീയമാണ് അവസ്ഥ, അതിദയനീയം. അത് കാരണം എല്ലാ രാഷ്ട്രീയക്കാർക്കും അതൊരു പാഠപുസ്തകം കൂടിയാണ്. കാരണം ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആ ജനവിശ്വാസം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. മഹാഭാരതത്തിൽ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അവസാനത്തെ ഉപദേശമാണ്, മരിക്കുന്നതിന് തൊട്ട് മുൻപ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭീഷ്മർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉണ്ണി ചക്രവർത്തി,
നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. കാരണം യുദ്ധം ചെയ്യാൻ നിനക്ക് എപ്പോഴും കഴിവ് മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ആകണമെന്നില്ല. ഇതാണ് കൊടുക്കുന്നൊരു ഉപദേശം. മഹാഭാരതത്തിൻ്റെ ഒരു സന്ദേശം അത് തന്നെയാണ്. കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. കാരണം യുദ്ധത്തിൽ ജയിക്കാൻ നമുക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണം. ആ ഭാഗ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. ഈ കാര്യം മറന്നുപോയി ജീവിച്ച ഒരു നേതാവായിരുന്നു മമതാ ബാനർജി. എപ്പോഴും ഈ ജനങ്ങൾ എന്ന ഭാഗ്യം അവരോടൊപ്പം ഉണ്ടാകും എന്നവർ കരുതിയിരുന്നു. അതിൻ്റെ ആ അഹങ്കാരം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്തൊരു 150 അടി സ്റ്റേജ്, ആ 150 അടി സ്റ്റേജിലൊരു കോർഡ്ലെസ് മൈക്കും പിടിച്ച് ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും പഞ്ചപുച്ഛം അടക്കിയിട്ട് അവരുടെ പിന്നിലും നിൽക്കുകയാണ്. ഒരേ ഒരു നേതാവും ബാക്കിയുള്ള അശുക്കളും. ആ അശുക്കളായിട്ടുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അവർ നിൽക്കുന്ന സമയത്ത് ഇവർ നിന്നുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്, ഇവർ നടന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നപ്പോഴും ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്ന തെരുവിൽ നേരിടും എന്നാണ്. പക്ഷേ മമതയ്ക്ക് ഇപ്പോൾ തെരുവിലിറങ്ങാൻ നിവൃത്തിയില്ല. തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ തല്ലും എന്ന അവസ്ഥയിലായി. അപ്പോൾ ഈ ജനങ്ങളുടെ ആരവത്തിന് ഇത്രേ അർത്ഥമുള്ളൂ. അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് മാറിപ്പോകാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും അത് പഠിക്കേണ്ടതാണ്. ജനങ്ങളുമായിട്ട് നമ്മൾ എത്ര അടുത്ത് നിൽക്കുന്നുവോ, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ എന്ന് അവർക്ക് തോന്നുന്നുവോ, അക്കാലം മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കില്ല, നമ്മളെ കൈയൊഴിഞ്ഞ് കളയും. അല്ലാതെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ആർക്കും എടുക്കാൻ പറ്റില്ല. ഏറ്റവും അധിക കാലം ജനങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെയും നിന്നിട്ടില്ല. ഇന്നിപ്പോൾ ആ കോൺഗ്രസിനെയും ജനങ്ങൾ കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. അത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ കൈയൊഴിയും. ഈ മമതയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, മമത ജനങ്ങളിൽ നിന്നകന്ന്, തനിക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണ തൻ്റെ വ്യക്തിപരമായ ശക്തിയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകാധിപത്യം വരും. ആ ഏകാധിപത്യത്തിൻ്റെ അടക്കി വാഴ്ചയിലായിരുന്നു മമത. ഏകാധിപത്യത്തിൻ്റെ അടക്കി വാഴ്ചയിൽ മമത നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? താനല്ലാതെ വേറെ ഒരാളും ഈ ലോകത്തില്ല എന്നൊരു വിശ്വാസത്തിൽ മമത എത്തി. താനാണ് പരമാധികാരി, തനിക്കല്ലാതെ വേറെ ലോകത്തിൽ ആരുമില്ല എന്നൊരു വിശ്വാസത്തിലെത്തി. അങ്ങനെ ഈ ഒരുതരം നാർസിസം വന്ന് പിടിപെട്ട് അവനവനെ തന്നെ നോക്കി ഞാൻ മഹാനാണെന്ന് പറഞ്ഞ് സ്വന്തം ഈ ഛായയിൽ അനുരക്തനായി പോയവനാണ് നാർസിസ്. നിങ്ങൾക്കറിയാം, അതിൽ നിന്നാണ് നാർസിസം വരുന്നത്. അവന് ആത്മപ്രേമമാണ് അതിൻ്റെ കാര്യം. അവനവനെ പ്രേമിക്കുകയും അവനവനെ മഹത്താക്കുകയും തനിക്കപ്പുറത്തേക്ക് ലോകമില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു നാർസിസ്റ്റിക് ടെൻഡൻസി മമതയ്ക്ക് വന്നുപെട്ടു. അതിൻ്റെ ഫലമായിരുന്നു അവരുടെ തകർച്ച. ആ തകർച്ച ഇപ്പോൾ പൂർണ്ണമായൊക്കെയാണ്. ഇനി അവർക്കിപ്പോൾ പാർട്ടി നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ സാങ്കേതികമായിട്ട് ആ പാർട്ടി നഷ്ടപ്പെടേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. പാർട്ടി നഷ്ടപ്പെട്ട് അല്ല, അങ്ങനെ നഷ്ടപ്പെടുമെന്നും, അങ്ങനെ നഷ്ടപ്പെട്ടാൽ പുതിയ പാർട്ടി അല്ലാതെ വേറെ ശരണമില്ല എന്നാണ് പറയുന്നത്. അതെ, പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വരും. ആ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിന് അതല്ല അതിനകത്ത് കാണേണ്ട കാര്യം, മമതയ്ക്ക് വേണ്ടി ഒരു പാർട്ടി ഓഫീസ് കൊടുക്കാൻ ബംഗാളിൽ ആരുമില്ല. അതാണ് പ്രശ്നം. ബംഗാൾ തൻ്റെ കൂടെയാണെന്നും ബംഗ്ലാദേശും തൻ്റെ കൂടെയാണെന്നും താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മഹത്തായ ബംഗ്ല സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും പറയുകയും താൻ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന് പറയുകയും ആ പദത്തിന് രാഹുൽ ഗാന്ധി അർഹനല്ല എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ പോയിട്ട് സോണിയാഗാന്ധിയുടെ പോയിട്ട് കാല് പിടിച്ചു, അവിടെയും രക്ഷയില്ല, എങ്ങും രക്ഷയില്ലാതെ വന്ന് അവസാനം സ്വന്തം വീട്ടിലേക്ക് ഒതുങ്ങി എന്നുള്ളതിൻ്റെ രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവർ വീട്ടിൽ ഒതുങ്ങി. എന്തൊരു ദയനീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ദയനീയമാണ് ആ അവസ്ഥ. ശരണം തേടി പലയിടത്തും പോയി, ഒരിടത്തും ഇല്ല, ഒരിടത്തും അവർക്ക് രക്ഷ കിട്ടുന്നില്ല. അവരുടെ വിശ്വസിക്കാൻ ആരും തയ്യാറില്ല. വിശ്വസിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അധികാരം കിട്ടുകയും അധികാരത്തിൽ അഭിരമിക്കുകയും അതിൽ അഹങ്കരിക്കുകയും അങ്ങനെ അഹങ്കരിച്ചപ്പോൾ മറ്റുള്ളവരെ എല്ലാം പുച്ഛിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആരാണിത് എന്നുള്ളതാണ്. എനിക്ക് ഒരു രംഗം ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ നീല ലോഹിതദാസൻ നാടർ ആദ്യമായിട്ട് മത്സരിക്കുന്നു.
എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എം.എൻ. ഗോവിന്ദൻ നായർ. എം.എൻ. ഗോവിന്ദൻ നായരുടെ ഒരു സമ്മേളനം തിരുവനന്തപുരം ട്രിവാൻഡ്രം ഹോട്ടലിൽ നടക്കുകയാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അന്ന് പത്രക്കാരാണുള്ളത്, ഇന്നത്തെ രീതിയിലുള്ള മാധ്യമങ്ങളൊന്നും ചോദിച്ചു, എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു നീലനോ മഞ്ഞനോ അങ്ങനെ പറഞ്ഞിട്ട് ഒരാളാണ് എന്ന് പറഞ്ഞു. നീല ലോഹിതാസൻ നാടാർ അന്ന് KSUവിൻ്റെ സംസ്ഥാന നേതാവാണ്. KSU സംസ്ഥാന നേതാവാണ്. അപ്പോഴാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു നീലനോ മഞ്ഞനോ എന്ന് പറഞ്ഞ എം.എൻ. ഗോവിന്ദൻ നായർ 1,00,000 വോട്ടിനാണ് അന്ന് തോറ്റുപോയത്. കാരണം ജനങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഭാഷ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത്. തനിക്ക് എല്ലാം അറിയുന്നവനാണ് എന്ന് ഒരു നേതാവിനും തോന്നാൻ പാടില്ല. നേതാവ് എപ്പോഴും ആളുകളെ കേൾക്കുന്നവനും ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് എടുക്കാവുന്നത് സ്വീകരിക്കുന്നവനുമായിരിക്കണം. ഏതെങ്കിലും ഒരു നേതാവ് തനിക്ക് എല്ലാം അറിയാമെന്നും താൻ പറയുന്നതാണ് പരമമായി ശരിയെന്നും തനിക്ക് അപ്പുറത്തേക്ക് ഈ ലോകത്ത് ആർക്കും ഒന്നും അറിയില്ല എന്നും വിശ്വസിക്കുന്ന ഒരു നേതാവിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ആ നേതാവ് സ്വയം ശവക്കുഴി തോണ്ടേണ്. ആ നേതാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആ പാർട്ടിയും ശവക്കുഴി തോണ്ടേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാൾക്കും രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയില്ല. അയാൾക്കാണെങ്കിൽ കാര്യവിവരമില്ല. അത്തരം നേതാക്കന്മാർ ഇതിൽ ഈ കോൺഗ്രസ്സിൽ മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല, എവിടെയും വരാവുന്നതാണ്. പഞ്ചായത്ത് തലത്തിൽ പോലും അത്തരം നേതാക്കൾ വരാവുന്നതാണ്. അവർ വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ കാര്യം പോക്കാണ്. ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ തനിക്കെല്ലാം അറിയാമെന്നും താൻ ഭയങ്കരനാണ് എന്നും താൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നും സങ്കല്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ പാർട്ടിയാണ് അതിൽ നിന്നൊക്കെ സഹിക്കേണ്ടി വരിക. അങ്ങനെ സഹിക്കേണ്ടി വരുന്ന പാർട്ടികളും ഉണ്ട്, പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മമത. ഞാൻ ഈ മമതയുടെ ഈ അവസ്ഥയിൽ സത്യത്തിൽ എനിക്ക് അനുതാപമുണ്ട്. കാരണം ഇങ്ങനെ വന്ന് ഒരാൾ വരുന്നതിൻ്റെ അവർ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ള ആ ആത്മകർമ്മത്തിൻ്റെ ഫലമാണിതെങ്കിലും അത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അത്ര ഒരു ശുഭകരമായ ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.